ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ അജയന്റെ രണ്ടാം മോഷണത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കുറെ നേരം നോക്കിയിരുന്നായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി, പക്ഷെ അത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ അത്ര എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രെയിലർ കാണാൻ. അതിന് കാരണം വെച്ചാൽ ഇതിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത്. നമുക്ക് പാൻ ഇന്ത്യൻ രീതിയിൽ നമുക്കിപ്പം നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന ഈ ഒരു പടം വലിയ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റ് ആകട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു വിഷ്വലും ആ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ തെലുങ്കിലും തമിഴിലും ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അത്രയും തന്നെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ. എന്തൊക്കെയോ അതിനകത്ത് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാത്തിരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ ആ ഒരു ടീസറിൽ തരുന്നുണ്ടായിരുന്നു. പിന്നെ കൃതി ഷെട്ടിയാണ് ഇതിനകത്ത് നായികയായിട്ട് വരുന്നത്. പുള്ളിക്കാരി നമുക്കറിയാം ഡാൻസിനകത്തൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളൊരു നടിയാണ്. പിന്നെ ടോവിനോ തോമസിന്റെ ഗെറ്റപ്പ് അല്ലേ, അത് നമുക്ക് എടുത്തു പറയേണ്ട 3 ഗെറ്റപ്പിലാണ് ഇതിനകത്ത് വരുന്നത്. ഒരുപാട് നല്ല കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ബേസിൽ ജോസഫ് വരുന്നുണ്ട്. പിന്നെ ജിതിൻ ലാലാണ് ഡയറക്ടർ. അപ്പം പുള്ളി ഒരു വലിയൊരു ഡയറക്ടറായിട്ട് പാൻ ഇന്ത്യൻ രീതിയിൽ അറിയപ്പെടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിനകത്ത് വിഷ്വല് നമുക്ക് അതിനൊരു തെളിവാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ടീച്ചറിനകത്ത് കാണിച്ചത്. ഇപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. ആകാശത്ത് നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിലും മിന്നലിനേക്കാളും പ്രകാശത്തിലും നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞേ. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും, കൊള്ളിട്ടായാലും വേണ്ടില്ല. ഇങ്ങോടെ നിൽക്കണം, വണ്ടി മണിയടിക്കും. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന്. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല. ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. മറ്റന്നാ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരംഗ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് ദീപം. ആദ്യരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കോണം കൊണ്ടാണ്. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജേട്ടനും പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ചെയ്യൊതുക്കാവില്ല. എന്നാ പറ പോലീസിലെ, കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? ഭയങ്കര സംഭവം അല്ലേ. നമ്മള് ടീച്ചർ കണ്ടപ്പോ നമുക്ക് പ്രതീക്ഷ ഉണ്ട്, പക്ഷെ ഇത് വേറെ ലെവല് സാധനമാണ് ഈ വരാൻ പോകുന്നത്. ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് നൈറ്റ് ഷോട്ടൊക്കെ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പിന്നെ ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നത്, പിന്നെ നൈറ്റ് ഷോട്ടിൽ ആ തീ വരുന്ന കുറെ സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വിഷ്വലാണ് ഈ നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇതിന്റെ വിഷ്വൽ ഭയങ്കരമാണ്. എന്നുവെച്ചാൽ ഇത് എന്നുവെച്ചാൽ 3D പടമാണ്. ഫുള്ള് 3Dക്ക് വേണ്ടി ചെയ്ത സിനിമ തന്നെയാണിത്. അപ്പം നമുക്ക് അതിനകത്ത് ഈ വിഷ്വലിനകത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു 3Dയിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് നല്ല സൗണ്ട് എഫക്റ്റോടെ നല്ല കിടിലൻ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ സ്റ്റോറീസും ഒക്കെ ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഓണം പൂക്കാൻ പോകുന്നത് മിക്കവാറും അജയന്റെ രണ്ടാം മോഷണം തന്നെയാണ്. പിന്നെ ഈ ടീസറിനകത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ പറഞ്ഞിട്ട് 3 കാലഘട്ടം കാണിക്കുന്നു. ഒരു രാജാവിന്റെ കാണിക്കുന്നുണ്ട്, പിന്നീട് അച്ചാച്ചനെ പോലെ എന്ന് പറയുന്നത്. അച്ചാച്ചനെ പോലെ എന്ന് പറയാൻ പുള്ളി കള്ളനാന്ന് പറയുന്നത്. അപ്പൊ ഒരു കള്ളന്റെ ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു മുടിയൊക്കെ വളർത്തിയിട്ടുള്ള.
പിന്നീട് അതിന്റെ ശേഷം മൂന്നാമത്തെ തലമുറ ടോവിനോട് ഇപ്പോഴത്തെ അജയൻ എന്നുള്ള ഒരു റോള് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് 3 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പരിപാടി ആയിരിക്കാം. നമുക്ക് കൂടുതലും ഇത് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്, 3 പേരിനത് കാണിക്കുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണ്. പിന്നെ ടൊവിനോ ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നത് ഭയങ്കര ബോഡിയൊക്കെ. എനിക്കൊന്ന് ടൊവിനോ വന്ന ആ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് തല്ലുമാലയൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഈ ഫൈറ്റ് സീനൊക്കെ ടൊവിനോയുടെ ഭയങ്കര രസമായിട്ടുണ്ട്. മാസൊക്കെ ടൊവിനോയ്ക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട്. നമുക്ക് തല്ലുമാല സിനിമ നമ്മൾ കണ്ട്. ഇപ്പം ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഫൈറ്റ് ഒക്കെ വേറെ ലെവല് സംഭവം തന്നെ കാണിക്കുന്നത്. ഓണത്തിനാണ് എന്തോരും ഓണത്തിന് എന്തോരും ക്ലാഷ് കുറെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് കൊണ്ടൽ ഇന്നലെ കണ്ടായിരുന്നു, അതും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതും പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. അപ്പൊ എന്തുവായാലും ഓണം ആര് തൂക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഗംഭീര ട്രെയിലർ തന്നെയായിരുന്നു. വിഷ്വൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.